ശ്രീ ഗുരുഭ്യോ നമഃ. വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന എൻ്റെ ഗുരുതുല്യരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മഹത്തരമായ കർമ്മത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഭഗവാൻ കൃഷ്ണൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്ന ഭക്തരായിട്ടുള്ള അമ്മമാർക്കും സഹോദരി സഹോദരന്മാരെ, പിതൃതുല്യരായിട്ടുള്ള അച്ഛന്മാർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇപ്പോൾ സമയം നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ മീനാ സിസ്റ്ററുടെ പരിപാടി അടുത്ത് നടക്കാൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും നമ്മുടെ രവിയേട്ടൻ വളരെ വ്യക്തമായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾക്ക് പറഞ്ഞു തന്നു. ചില കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നില്ലെങ്കിലും ചുരുങ്ങിയ ചില വാക്കുകൾ കൊണ്ട് രവിയേട്ടൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇന്നലെ ഈ ഒരു പ്രകാശന നോട്ടീസിൻ്റെ ഒരു സത്കർമ്മമാണ് ഇവിടെ നടന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ശ്രീമദ് ഭാഗവത യജ്ഞം നമ്മുടെ ഈ പ്രദേശത്ത്, നമ്മുടെ ഈ ഗ്രാമത്തിൽ മേനാമ്പാറ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വലിയൊരു മാറ്റം നമ്മൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഏതൊരു മനുഷ്യനും ഏതൊരു രാജ്യമായിക്കോട്ടെ, നാടായിക്കോട്ടെ, ഗ്രാമമായിക്കോട്ടെ, നമ്മുടെ ശക്തി നമ്മൾക്ക് ആവശ്യമാണ്. ശരീരമായാലും മനസ്സായാലും ബുദ്ധിയായാലും ശക്തി. അതുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്ന ദേവീ ദേവന്മാരുടെയും കയ്യിൽ ആയുധമുണ്ട്. ആ ശക്തിയുടെ പ്രതീകമാണ്. അപ്പം നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ശക്തി ആർജിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ ഭാഗവത യജ്ഞത്തിൽ നമ്മൾ പങ്കാളികൾ ആകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് പരിചയമുള്ള, നമ്മൾക്ക് ബന്ധമുള്ള എല്ലാ ആളുകളെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരണം. ഈ ഗ്രാമം മുഴുവനും, പാലക്കാട് ഈ കിഴക്കൻ മേഖലകൾ മുഴുവനും നമ്മുടേതായിട്ടുള്ള എല്ലാവരും, നമ്മൾക്കൊരു ചെറിയൊരു പരിചയമുണ്ട്, ചിരിച്ച ഒരു പരിചയമുള്ള ആളുകളെ അടക്കം നമ്മൾ ഈ പരിപാടിയിൽ എത്തിക്കണം. അതാണ് നമ്മൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം. അതിനുവേണ്ടിയാണ് ഇത്തരം പരിപാടികളും ചടങ്ങുകളും നടക്കുന്നത്. അപ്പോൾ നോട്ടീസ് നമ്മുടെ മുമ്പിൽ പ്രകാശനം ചെയ്തു. ഇനി നമ്മൾ എല്ലാ വീടുകളും ഗ്രാമങ്ങളും ഇറങ്ങി നമ്മൾക്കറിയുന്ന ആളുകളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾക്കതിനുള്ള ശക്തിയും ബുദ്ധിയും സമയവും നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ എൻ്റെ നമസ്കാരം.